വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നു, ബിഗ് ബോസ് സീസൺ 5ന്റെ കപ്പ് അഖിൽ മാരാർക്കുള്ളതല്ല. അല്ല, ഒന്നാം സ്ഥാനത്തിന് ആ വേദിയിൽ ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, കൈ അവിടെ ഇരുന്ന് ചുറ്റും കൈയടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളെ, വെല്ലുവിളിക്കുന്നു. അല്ല, അതായത് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾ ആ കപ്പ് പിടിക്കുമ്പോ കൈയടിക്കാൻ കൂട്ടത്തിൽ അഖിൽ മാരാർ ഉണ്ടാവും. വെല്ലുവിളിയാണ്. അല്ല, എന്റെ കയ്യിലാണെങ്കിൽ നീ എന്ത് ചെയ്യുന്നു? അല്ല, നിങ്ങളുടെ കയ്യിലല്ല. ഒരു പക്ഷേ സപ്പോസ് നിങ്ങളോട് എനിക്ക്, അതായത് വോട്ട് ചെയ്ത ജനങ്ങളോട് എനിക്ക് സഹതാപം തോന്നും. അതേ തോന്നത്തുള്ളൂ. അപ്പം ജനങ്ങൾ, ഡിയർ ജനങ്ങൾ, നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ ഒന്നാം സ്ഥാനം, അതായത് ഇന്നലെ അഖിൽ മാരാറിന് ഒരു എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിന്ന്, അതായത് ഓരോ ദിവസം കൃത്യമായിട്ട് പുള്ളി പറയും, രാത്രി കടക്കുമ്പോ ഇന്ന് ഈ കോണ്ടന്റ് പോയി, ഇന്ന് ഈ കോണ്ടന്റ് പോയി, ഇന്ന് ഈ കോണ്ടന്റ് പോയി, ഇന്ന് എനിക്കിത് പ്ലസ് ആവും, ഇന്ന് എനിക്ക് നെഗറ്റീവ് ആവും. കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് ഡാൻസ് തൊട്ട് നിങ്ങളുടെ ബ്രെയിൻ സ്കെഡ്യൂൾ ചെയ്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന ഗെയിം നിങ്ങൾ ഈ കിരീടത്തിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ വെറും ഓവർ കോൺഫിഡൻസ് മാത്രമാണ് മിസ്റ്റർ അഖിൽ മാരാർ. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നു, വെറും ഓവർ കോൺഫിഡൻസ് ആണ്. ഡിയർ ഓഡിയൻസ്, ഇന്നലെ നോമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. നിങ്ങൾ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് സപ്പോർട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കിരീടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കിരീടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജനത്തിനോട് സംസാരിക്കുന്നത്, കിരീടം കൂടി പറയണേ, വളച്ചൊടിക്കരുത്. ഇന്നലെ വരെ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്നും നിങ്ങൾ എത്രത്തോളം പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഈ ഷോയിൽ എന്റെ പ്രാധാന്യം എന്തെന്നും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഈ വോട്ട് ചെയ്യുന്ന നിങ്ങളോടൊക്കെ ജുനൈസിന് സഹാനുഭൂതി സഹതാപവും മാത്രമാണ്